ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിൽ 2 നല്ല റെസിപ്പി കൂടി ഇടുന്നുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗും കൂടിയാണ്, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇന്ന് രാവിലെ എണീക്കാൻ തന്നെ നല്ല ലേറ്റായി പോയി. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ചായയെല്ലാം കുടിച്ച്, ചായക്ക് ബിസ്ക്കറ്റാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ബിസ്ക്കറ്റ് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇന്ന് 2 റെസിപ്പി കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് പോത്തുംകാല് കൊണ്ടുള്ളതാണ് കേട്ടോ. പോത്തുംകാല് കൊണ്ട് നമ്മളെ ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ റെസിപ്പിയും പിന്നെ പോത്തുംകാല് കൊണ്ട് ഒരു അടിപൊളി സൂപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കുറേയായി വിചാരിക്കുന്നത് വയനാട് പോത്തുകാല് വീട്ടിൽ നിന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പോൾ പിന്നെ രാവിലെ തന്നെ ഹസ്ബൻഡിന് അയച്ചിട്ട് വേഗം പോത്തുംകാലിൽ വാങ്ങിപ്പിച്ച്, അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചോറും പോത്തുംകാലും ആക്കാമെന്ന് വിചാരിച്ച്. ഇനി ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൽ അങ്ങനെ ഒരുപാട് കച്ചറയൊന്നും കളയാൻ വേണ്ടി ഉണ്ടാവില്ല. പിന്നെ ഞാൻ കുറച്ചധികം നെയ്യുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. നെയ്യൊക്കെ ഒരുപാട് അയക്കിനാൽ എന്തോ പോലെയാണ്, അപ്പം പിന്നെ അതിൽ മുറിച്ച് കളഞ്ഞ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഞാനിപ്പോൾ 5 പ്രാവശ്യമെങ്കിലും കഴുകിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ പോത്തിൻ്റെ കാല്. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് പേരൊന്നുമില്ല, അതുകൊണ്ട് സൂപ്പാക്കാമെന്ന് വിചാരിച്ച്. സൂപ്പ് രാത്രിയിലേക്കാണ് കേട്ടോ ആക്കുന്നത്. ഇനി നമുക്ക് സൂപ്പിന് ആവശ്യമുള്ളത് മാറ്റി വെക്കാം. കുറച്ച് നെയ്യുള്ള ഭാഗമാണ് ഞാൻ എടുത്തു വെക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4-5 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഉള്ളി നമ്മൾ ബിരിയാണിക്കെല്ലാം മുറിക്കുന്ന പോലെ നൈസായിട്ടാണ് മുറിക്കേണ്ടത്. ഞാനിവിടെ ഉള്ളിയും പച്ചമുളകും മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചധികം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് വേണം. ഇതിൽ തക്കാളി ഒന്നും ഇടൂല കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ഇതിൽ വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളി വഴറ്റാൻ മാത്രമേ ഗ്യാസ് മേൽ വെക്കുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഫിൻ്റെ കാല് വെക്കാൻ വേണ്ടിയിട്ട് പുറത്ത് അടുപ്പെല്ലാം കത്തിച്ചിട്ട് അവിടെ നിന്നാണ് ആക്കോട്ടെ. കാരണം ഒരു 5 മണിക്കൂറെങ്കിലും ഇതൊന്ന് വെന്ത് കിട്ടേണ്ടതുണ്ട്. അടുപ്പത്താണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പിന്നെ അപ്പുറം ഉമ്മ ചോറെല്ലാം വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അത് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി അങ്ങനെ ഒരുപാട് വെന്ത് വരുമൊന്നും വേണ്ട. ഇനി ഇത് അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നാൽ പിന്നെ കുറച്ച് വേഗം പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ ബീഫിൻ്റെ കാലൊന്നിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉള്ളിയും എല്ലാം കാലിൽ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കറിവേപ്പിലാണ് വേണ്ടത്. കറിവേപ്പില ഞാൻ പുറത്തുനിന്ന് തന്നെ പറിക്കുകയാണ് ചെയ്തത്. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പറിക്കുന്നതാണ്, പുറത്തുനിന്ന് വാങ്ങലില്ല. ഇനി ഇതാ ഇതുപോലെ ഒരു കൊമ്പ് പറിക്കുന്നുണ്ട്. എന്നിട്ട് ആ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കാല് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ അതും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പിലേക്ക് മാറ്റാം. പുറത്ത് അടുപ്പിൽ എല്ലാം കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4.5 മണിക്കൂർ വരെയെങ്കിലും ഇതൊന്ന് അടുപ്പിൽ വെക്കണം. പിന്നെ ഒരു 1.5 മണിക്കൂർ ഇടവിട്ടിട്ട് നമുക്ക് ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോകും. ഇങ്ങനെ അടുപ്പത്ത് ഇതെല്ലാം വെക്കുമ്പോഴാണ് നമ്മളെ മാങ്ങ ഒന്ന് പൊഴുത്തിട്ട് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത് പൊഴുത്തതല്ല, കെട്ടുപോയതാണ്. കാരണം നല്ല മഴയെല്ലാം പെയ്തിട്ട് മാങ്ങ നന്നായിട്ട് കെട്ടുപോയി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടപ്പം തന്നെ കൈമയിലേക്ക് വന്ന്, ഇത് മല്ലിക മാങ്ങയാണ് കേട്ടാ, നല്ല നീളമുള്ള മാങ്ങ. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നു നോക്കി. അപ്പോൾ വന്നിട്ട് വെള്ളമെല്ലാം ഉണ്ട്, ഇനി വെന്ത് വരാനുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്നും കൂടി അടച്ച് വെക്കാം. നല്ല കാറ്റുണ്ട് കേട്ടാ, കാരണം മഴയിൽ പെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് നന്നായിട്ട് പുക അങ്ങോട്ടും ഇങ്ങോട്ടും പാറുന്ന ഫോട്ടോ ഒന്നും അത്ര ക്ലിയർ ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ ഈ കാറ്റിന് നമ്മളെ വീട്ടിലെ ചക്ക
പൊട്ടി വീണിട്ടുണ്ട്. 3 ചക്കയാണ് വീണത്. അപ്പം അതിൽ നല്ലതെല്ലാം നോക്കിയിട്ട് ഉമ്മ ഇവിടെ പുറക്കി വെക്കുന്നുണ്ട്. പഴഞ്ചക്കയാണ് കേട്ടാ, നല്ല മധുരമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചക്കയെല്ലാം തിന്നാൻ വേണ്ടി കുറച്ച് സമയം ഇരുന്ന്. അതിനടുത്തത് വറുത്തയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണ് ജീരകം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 4 കറാമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഒന്ന് വറുത്തെടുക്കുക. അടുപ്പത്ത് വെക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് 8 മിനിറ്റ് വരെയെങ്കിലും ഒന്ന് ഇളക്കി നന്നായിട്ട് വറുത്തെടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വറുത്തെടുക്കുക. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മിക്സിയിൽ അടിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, പച്ചവെള്ളം തന്നെയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഒരു തരി പോലില്ലാത്ത രീതിയിൽ നമുക്ക് അടിച്ചെടുക്കാം. അതപ്പുറം മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ കാലുവിട റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ പാത്രത്തിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് റെഡി ആയിട്ടൊന്നുമില്ല, ഇനിയും ഒരു 1 മണിക്കൂർ വരെയെങ്കിലും ഇത് അടുപ്പത്ത് വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതിൽ വെറ്റിച്ചെടുക്കണം. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം നമുക്ക് ഉപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എരിവോ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുരുമുളകും ഉപ്പെല്ലാം കൂടി ചേർത്താൽ മതി. അതൊന്ന് അടച്ചു വെക്കാം. പിന്നെ ഞാൻ ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ചേന ഒന്ന് പൊരിക്കുന്നുണ്ട്. ഇത് ഉമ്മ ഇന്നലെ സാമ്പാറിന് ഇടാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ട് മറന്നു പോയതാണ്. അപ്പം പിന്നെ അത് കണ്ടപ്പോൾ വിചാരിച്ച് അത് മുറിച്ചിട്ട് മുളകിൽ ആക്കിയിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് നൈസായിട്ട് നിറങ്ങനെ മുറിച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളകും പിന്നെ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുളകിൽ കുഴക്കുന്നത് ഉമ്മയാണ് കേട്ടോ, കാരണം അത് ഞാൻ കുഴക്കാൻ നിന്നാൽ എൻ്റെ കയ്യിലും വേഗം പൊള്ളി വരും. അതുകൊണ്ട് പിന്നെ ഞാൻ കുഴക്കാൻ വേണ്ടി നിന്നിട്ടില്ല. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അത് നന്നായി ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒരുപാടൊന്നും വേണ്ട കേട്ടോ, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ചൂടായതിന് ശേഷം നമ്മളെ ചേന ഇതിലിട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാരണം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി അതവിടെ നിന്ന് ആയിക്കോട്ടെ. ഇനി നമുക്ക് നമ്മളെ ബീഫിൻ്റെ കാലൊന്ന് നോക്കിയിട്ട് വരാം. അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4.5 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. സാധാരണ വയനാടും പോത്തുംകാലും എന്ന് പറഞ്ഞാൽ അവർ 8 മണിക്കൂർ 7 മണിക്കൂർ വരെയെല്ലാം വെക്കും. പിന്നെ നമുക്ക് പിന്നെ ഇത് കാണുമ്പോൾ അത്ര ക്ഷമ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഒരു 4.5 മണിക്കൂർ വരെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഭക്ഷണമെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോത്തുംകാലും ചോറും പിന്നെ ചേന പൊരിച്ചതും പപ്പടെല്ലാം കൂടി ചോറ് നല്ല അടിപൊളിയായിട്ട് കഴിച്ച്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ രാത്രി ബീഫിൻ്റെ കാല് സൂപ്പാക്കുന്നുണ്ട്. അപ്പം പിന്നെ അത് നേരത്തെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഫീസറിലല്ല, തായിലാണ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പിന്നെ കട്ടായി പോലെ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ഏലക്ക, 3 കറാമ്പ്, പിന്നെ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1 കൂട് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ചെറുതായിട്ട് അരഞ്ഞാലും മതി. പിന്നെ നീളത്തിന് അരഞ്ഞ ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഒരു ചെറുതായിട്ട് ബ്രൗൺ കളർ വരുന്ന വരെ മിക്സ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിൽ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മീഡിയം സൈസുള്ള ഉള്ളിയാണ് നൈസായിട്ട് അരഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ചേർത്തോ, കാരണം കാല് ഇടുമ്പോൾ അതിൻ്റെ നന്നായിട്ട് പിടിക്കണം. ഇനി ഇതിലേക്ക് നമ്മളെ
ബീഫിൻ്റെ കാല് മുഴുവനും ചേർത്ത് കൊടുക്കുക. ഞാൻ 6 പീസാണ് എടുത്ത് വെച്ചിട്ടുള്ളത്, അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അവസാനമായിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. 3 ഗ്ലാസ് വെള്ളം വരെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ അതെല്ലാം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ഇനി ഇത് നമുക്കൊരു ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് 3 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 3 വിസിലടിച്ചതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കിയിട്ട് പിന്നെ അടച്ച് വെച്ച് ഒരു 5 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ടോട്ടൽ ഇത് 8 വിസിലടിക്കുന്നത് വരെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ ഇതാ 8 വിസിലിന് ശേഷം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ കുരുമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഈ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ബീഫ് ലെഗ് സൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുമ്പ് മട്ടൻ്റെ സൂപ്പ് ആക്കിയതിനു. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇന്ന് ആക്കിയത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ആക്കി കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.